ശ്രീ നാരായണ ഭട്ടതിരിയാണ് ഈ മുക്തകം രചിച്ചത്. ഈ ശ്ലോകത്തിനെ മുക്തകം എന്നാണ് പറയുന്നത്. ഒറ്റ ശ്ലോകത്തിൽ തന്നെ അർത്ഥം മുഴുവനായി പറയുന്നു. വേറെ ഒന്നും ഇതിനോട് ചേരുന്നില്ല. ഭട്ടതിരിയുടെ കുട്ടിക്കാലത്തുണ്ടായ ചെറിയ രസകരമായൊരു കഥയുണ്ട്. ഒരു വിദ്വാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എവിടെ വരെയായി വിഭക്തി എന്ന്. ചോദ്യത്തിൻ്റെ സാരം ഇതാണ്: എവിടെ വരെയായി പഠനം, സംസ്കൃത പഠനം എവിടെ വരെയായി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. 4-5 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഇത് നടക്കുന്നത്. ഒറ്റ ശ്ലോകത്തിൽ 7 വിഭക്തികളും സംബോധന പ്രഥമയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഭഗവാനോടുള്ള ഭക്തിയും വിഭക്തിയും വളരെ മനോഹരമായി ഇതിൽ വ്യക്തമാക്കിയിരുന്നു. ഇതു കേട്ടുനിന്ന ആ വിദ്വാൻ മനസ്സുകൊണ്ട് പ്രണമിച്ചു, ഭഗവാനെയും ഒപ്പം ഭട്ടതിരിയെയും. ഇനി ശ്ലോകം ചൊല്ലാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യോ സദാ, കൃഷ്ണേനൈവ സുരക്ഷതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യോ സദാ, കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസ്യോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യോ സദാ, കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസ്യോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഇതാണ് അർത്ഥം. സർവചരാചര ഗുരുവായ കൃഷ്ണൻ എന്നെ രക്ഷിക്കട്ടെ എന്നും എപ്പോഴും ഞാൻ കൃഷ്ണനെ നമസ്കരിക്കുന്നു. കൃഷ്ണനാൽ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. എൻ്റെ മനസ്സ് പലതവണ കൃഷ്ണനായ പരമാത്മാവിനായി ദാനം നൽകപ്പെട്ടു. ഞാൻ ഉണ്ടായത് കൃഷ്ണനിൽ നിന്ന്. ഞാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദാസനാണ്. എനിക്ക് കൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ. ഭഗവാനേ കൃഷ്ണ, അങ്ങേക്കു നമസ്കാരം എന്നാണ് ഓരോ വരിയിലെയും അർത്ഥം.